ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സയൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ബാംഗ്ഗൂഡിൽ നിന്ന് മേടിച്ച ഒരു വാട്ടർ ഇറിഗേഷൻ സിസ്റ്റമാണ്. അല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മുടെ ചെടിച്ചട്ടി ഇൻഡോർ പ്ലാന്റ്സ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറച്ചൊരു കുറച്ച് ചെടിച്ചട്ടിയിൽ സാധനങ്ങളൊക്കെ നമ്മൾ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഓട്ടോമാറ്റിക്കലി വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്, വെള്ളം എന്ന് പറയുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്, ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണിത്. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചത് ബാംഗ്ഗൂഡിൽ നിന്നാണ്. എന്തായാലും ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് വേണ്ടി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു ടെക് എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരു ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇലക്ട്രോണിക്കലി വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കാറ്റഗറിയിൽ വരും, വേണമെങ്കിൽ വരുത്താം. സോ ബാംഗ്ഗൂഡിൽ നിന്ന് മേടിച്ചുകൊണ്ട് തന്നെ ബോക്സിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ബോക്സിലൊന്നും പറഞ്ഞിട്ടില്ല. സോ ഒരു ഇത്തിരി സസ്പീഷ്യസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇത് തുറന്ന് നോക്കി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാര്യം ഇങ്ങനൊരു ബോക്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബോക്സിന് സീലും കാര്യങ്ങളൊന്നുമില്ല. സോ എനിക്കറിയാം ഓൾറെഡി എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഇതിൻ്റെ അകത്ത് സീലും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചെടുത്ത് അതേപോലെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ. സോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് RC കാർ എടുത്തപ്പോൾ കുറേ ഇഷ്യൂസ് വന്നായിരുന്നു. നമ്മുടെ ലോക്കൽ കൊറിയർ എക്സ്പ്രസ് ബി ആയിരുന്നു. അവർ അത്യാവശ്യം അത്ര റിവ്യൂ കാര്യങ്ങളൊന്നും ഉള്ളതല്ല. അവർക്ക് ഒരു പ്രാവശ്യം തന്നെ കോൾ ചെയ്ത് കിട്ടിയാന്ന് പറഞ്ഞാൽ സാധനം തിരിച്ചയച്ച് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നല്ല കാർ തിരിച്ച് കിട്ടിയായിരുന്നു. സോ ഇപ്രാവശ്യം നമുക്ക് വന്നത് DTDC വഴിയാണ്. സോ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അവരെനിക്ക് തോന്നുന്നു കൊറിയർ പാർട്ട്ണറൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഒരു നല്ലൊരു കാര്യമാണ് ബാംഗ്ഗൂഡിൻ്റെ വക. അതിനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും എക്സ്പ്രസ് വീലോട്ട് പോകാത്തിടത്തോളം കാലം എനിക്ക് തോന്നുന്നു നല്ല ഷിപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. സോ നമുക്ക് എന്തായാലും ഇതെന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്തായാലും ഞാൻ പറഞ്ഞില്ലല്ലേ. പ്രൈസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു പ്രൈസിനനുസരിച്ച് 1100 സംതിങ് ആയിരുന്നു ഞാൻ മേടിക്കുമ്പോൾ ഉള്ളത്. എന്തായാലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് പ്രൈസ് എന്തായാലും അതിനകത്തുണ്ടാവും. സോ നമുക്കിത് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ പല കോൺഫിഗറേഷനിൽ കിട്ടും നമുക്ക് വാട്ടറിങ്. ഇപ്പോൾ നമുക്ക് 8 പ്ലാന്റിന് വരെ വേണ്ടിയിട്ടുള്ള, അതായത് 8 പോട്ട്സിന് വേണ്ടിയിട്ട്, പോട്ട്സ് അല്ലെങ്കിൽ എന്ത് സാധനം ആയിക്കോട്ടെ 8 എണ്ണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നട്ടിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എടുത്തത് അതാണ്. അപ്പോൾ അതിൽ കുറവാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇനിയും കുറയാൻ ചാൻസ് ഉണ്ട്. എന്തോ 100-200 രൂപയുടെ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെടിയിലോട്ട് വെക്കുന്ന യൂണിറ്റ്. വേണമെന്നുണ്ടെങ്കിൽ ഇത് തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിങ്ങനെ ഒരു 8 എണ്ണം ഉണ്ടാവും. ഇപ്പോൾ 4 എണ്ണത്തിൻ്റെ സെപ്പറേറ്റ് സെറ്റായിരിക്കും 8 എണ്ണം വരുന്നത്. അപ്പോൾ 8 ചെടിച്ചട്ടിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റാണിത്. നമുക്ക് അതെന്തായാലും ഇവിടെ മാറ്റി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അതല്ലാതെ നമുക്ക് വേറെ എന്താ വരുന്നത് നോക്കാം. അപ്പോൾ നമുക്കൊരു ഹോസ് വരുന്നുണ്ട്. ഇതൊരു 3 മീറ്ററിൻ്റെ ഹോസാണ്. അപ്പോൾ റബ്ബർ മെറ്റീരിയലാണ്. 3 മീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് വരുന്ന പോയിന്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇൻലെറ്റ് വാട്ടറും ഔട്ട്ലെറ്റ് വാട്ടറും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഡിവൈസ് എടുക്കാം, എന്നിട്ട് ബാക്കി പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതുകൂടാതെ എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. പെട്ടിയിൽ ഇത്രേ ഉള്ളൂ. സോ ഇതിനകത്താണ് നമ്മുടെ ഡിവൈസ് വരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഡിവൈസ് ഭയങ്കര ചെറുതാണ്. എൻ്റെ കൈ വെച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് 2 ബട്ടൺ തന്നിട്ടുണ്ട്. ഡേ എത്രയെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ എത്ര നേരം വെള്ളം ഒഴിക്കണമെന്നുള്ളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. സോ ഈ ഓസിൻ്റെ എന്തായാലും ഫങ്ഷൻ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് അതുകൂടാതെ നമുക്ക് ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. ഇൻസ്ട്രക്ഷൻ മാനുവലൊക്കെ ചെറുതായിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വേറൊരു സ്പ്ലിറ്ററും വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താഴോട്ട് പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും, ചിലപ്പോൾ കാണാൻ പറ്റൂലായിരിക്കും. ഞാനും എന്തായാലും ഒന്ന് അടുത്തോട്ടൊന്ന് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാം മാക്സിമം. ഇവിടെയായിട്ട് ഔട്ട് ഇന്നെന്ന് എഴുതിയേക്കണം കേട്ടോ. അപ്പോൾ ഈ ഇന്നെന്ന് പറയുന്നതാണ് ഇൻലെറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഹോസ് തന്നെ നമുക്ക് എത്രത്തോളം ലെങ്ത് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇത് രണ്ടിനും കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഹോസ്, 3 മീറ്ററിൻ്റെ ഹോസ്. അപ്പോൾ ഇൻലെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ സോഴ്സ് ഇപ്പോൾ ഏതെങ്കിലും ബക്കറ്റിലോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടൊരു മോട്ടറാണ്. ഇത് പമ്പ് ചെയ്തിട്ട് ഇന്നിൽ കൂടെ പമ്പ് ചെയ്തിട്ട് ഔട്ടിൽ കൂടെ കൊടുക്കും. അപ്പോൾ ഔട്ടിൽ നമ്മൾ ഈ ബാക്കി വരുന്ന ഈ ഹോസ് ഇതിനകത്തേക്ക് കൊടുത്തിട്ടും, ഇപ്പോൾ 8 എണ്ണം ഉള്ളതുകൊണ്ട് ഈ ഒരു സ്പ്ലിറ്ററുണ്ട്, ഈ ഒരു സ്പ്ലിറ്ററിൽ കൊടുത്തിട്ടും ബാക്കി ഈ 2 ഹോസ് ജോയിൻറ്റ് കണ്ടു. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ 4 എണ്ണത്തിൻ്റെ 2 പോയിൻ്റ് വരുന്നുണ്ട് നമ്മുടെ ചെടിച്ചട്ടിയിലേക്ക് വരുന്ന, അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഇവിടെ ഒരു ഹോളുണ്ട്. ഇതിൽ 2ലും കൂടെ നമുക്ക് ഇത് ഇട്ടിട്ടും നമുക്ക് എവിടെയെങ്കിലും കൊളുത്തിടാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്ന ബാറ്ററിയിലാണ്. 2000 mAh ബാറ്ററി ഇതിനകത്ത് വരുന്നുണ്ട്. സോ അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു മൈക്രോ USB പോർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ചാർജ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇവിടെ ഓൺ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. കൺഫ്യൂഷൻ ആക്കണ്ട, ഇവിടെ ഓൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ചാർജിങ് ടൈമിന് ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ അത് ഓഫ് എന്നാവും. അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ,
സോ അത് ഇതിനകത്ത് പറയുന്നതായിട്ട് എനിക്കറിയാൻ പാടില്ല. ഇത് വായിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ മാനുവൽ ഇത് പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയുന്നില്ല. സോ ഇതിൻ്റെ ഫങ്ഷനാലിറ്റി ബാക്കിയുള്ള കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമുക്കിവിടെ ഡേയും ടൈമും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ടൈം എന്ന് പറഞ്ഞാൽ എത്ര നേരം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു സെക്കൻഡ്സ് വെച്ചിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. നമുക്ക് 0 സെക്കൻഡ് തൊട്ട് 99 സെക്കൻഡ് വരെ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് കൂടുതൽ എന്തായാലും വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വർക്ക് ചെയ്യും. ഓക്കെ, നൈസ്. അപ്പോൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാം എത്ര നേരം ഒഴിക്കണമെന്നുള്ളത്. ഇപ്പോൾ ടൈമാണ് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 120 വെക്കാം. അപ്പോൾ 2 മിനിറ്റ് ഏകദേശം. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ ഡേ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടും വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് വർക്ക് ചെയ്യും. അപ്പോൾ മാനുവലായിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കണം. ഇപ്പോൾ വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു ബട്ടൺ, ഡേയിലെ ടൈമിലെ ബട്ടണിൽ ഒരു പ്രാവശ്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സെക്കൻഡ് കഴിയുമ്പോൾ അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഒന്നും കൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ബട്ടൺ നോക്കി കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ നമുക്കിപ്പോൾ മാനുവലി പോയിട്ട് വെള്ളം ഒഴിക്കണമെന്നില്ല, ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഈ ഒരു ബട്ടൺ നോക്കിയാലും മതി. സോ അതുപോലെ തന്നെ നമുക്ക് ഡേയും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഡേയിൻ്റെ സെറ്റപ്പ് ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കാര്യം ഡേ നമുക്ക് 9 ഡേയ്സ് വരെ ഉണ്ട്. അപ്പോൾ ഞാൻ മാനുവൽ നോക്കിയിട്ടും എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. കാര്യം മാനുവൽ എന്ന് പറഞ്ഞാൽ ആകപ്പാട് ഇത്തിരി കൂടുതലൊരു വൈപ്പ് പ്രശ്നമുള്ളൂ. ഒന്നാമത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മുറി ഇംഗ്ലീഷ് പോലത്തൊരു ഇംഗ്ലീഷാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും മനസ്സിലായില്ല. സോ ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 9 ഡേയ്സ് ഉണ്ട്. അപ്പോൾ ഈ 9 ഡേയ്സിൽ എത്ര ഡേയ്സ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ, 9 ദിവസത്തിൽ എത്ര ദിവസം നമ്മൾ വെള്ളം ഒഴിക്കണം എന്നുള്ളതാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അല്ലാതെ ദിവസം എത്ര പ്രാവശ്യം ഒഴിക്കണം എന്നുള്ളതല്ല. സോ ദിവസവും ഓരോ പ്രാവശ്യം വെച്ച് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ ഇത് 9 ആക്കി സെറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. 0 ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് സ്റ്റാറ്റസ് ആണ്. അപ്പോൾ ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 0 ആക്കി ഇടേണ്ടി വരും. ഇപ്പോൾ ഒരു 3 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് പിന്നെയും ഓൺ ആവും. ഓക്കെ, അപ്പോൾ 9 ഡേയ്സ് വരെയാണുള്ളത്. അപ്പോൾ 9 ഡേയ്സും 2 മിനിറ്റുമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ 2 മിനിറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ദിവസം ഡെയിലി ഒരു 2 മിനിറ്റോളം ഇത് വെള്ളം ഒഴിച്ചോളും എന്നുള്ളതാണ് സെറ്റപ്പ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം ഇതവരെ സെറ്റപ്പ് ചെയ്യാനുള്ളതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ എന്തായാലും പമ്പ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ത് സാധനമില്ല അത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇന്നിനെ നമ്മളിവിടെ ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട് വരുന്നത് നമ്മളിവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് നമ്മളിവിടെ 8 എണ്ണം കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാളോടെ മാറിയിട്ടുണ്ട്, അയാൾക്ക് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. 8 നോസിലേ ഉള്ളൂ. അപ്പോൾ ഓരോ നോസിലും നമ്മൾ എന്താ അറിയാൻ പറ്റുമായിരിക്കും, ചെടിച്ചട്ടിയുടെ അകത്തേക്ക് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കുത്തി വെക്കണം. വെറുതെ ജസ്റ്റ് കുത്തി വെക്കുക ഓരോന്നിലേക്ക്. നമ്മൾ അതിലും കുത്തി വെച്ചിട്ടുണ്ട്, ഇതിലും കുത്തി വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ ഇവിടെയും കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ബാക്കി 4 കുത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വന്ന് ചേരുന്ന ജെൻഷൻ എന്ന് പറയുന്ന 4 ജെൻഷൻ വന്ന് ചേരുന്ന ഇവിടെയാണ്. അതിവിടെ വന്നിട്ട് നമുക്കിവിടെ ഒരു 3-വേ അഡാപ്റ്റർ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അഡാപ്റ്ററിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേലേക്ക് പോയി. ഓക്കെ, ഇത് വന്ന് കയറുന്നത് ഇതിൻ്റെ ഔട്ടിലേക്കാണ്. ഔട്ട് പോയിൻ്റാണ് ഈ ഇവിടെ ഉള്ളത്. ഇതാണ് ഇന്ന് നമ്മുടെ ബക്കറ്റ് വെള്ളത്തിൽ നിന്ന് വരും. ഔട്ട് ഇതിൽ നിന്ന് പോയിട്ടും ബാക്കി നമ്മുടെ ഈ 8 ചെടിച്ചട്ടിയല്ല ഗ്രോ ബാഗിൻ്റെ അകത്ത് നട്ടേക്കുന്ന ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തോരം വെള്ളം വരും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ വേണമെങ്കിൽ മാനുവലി നമുക്ക് എന്തായാലും ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ടൈമറിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഡീപ്രസ് ചെയ്ത് പിടിച്ച് നോക്കാം. വർക്ക് ചെയ്തില്ല. നമുക്ക് ടൈമർ ഒരു പ്രാവശ്യം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. 131 സെക്കൻഡിന് ഇട്ടേക്കണം. ഓക്കെ, അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. സൗണ്ട് കേൾക്കാൻ പറ്റും നിങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മൾ ചെടിച്ചട്ടിയുടെ അകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം വീഴുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റും. ക്ലോസപ്പ് എടുത്ത് കാണിച്ചു തരാം. എന്താ അറിയാൻ പറ്റും, വെള്ളം ഇപ്പോൾ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റും. കണ്ടോ, വീഴുന്നുണ്ട്. എല്ലാത്തിലും ഇപ്പോൾ വെള്ളം വീണുകൊണ്ടിരിക്കുന്നുണ്ട്. 56 സെക്കൻഡിനകത്ത് റിമൈനിങ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ഞാൻ സെറ്റപ്പ് ഇപ്പോൾ ഞാൻ മാനുവലിയാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബക്കറ്റിൽ നിന്ന് വെള്ളം വലിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ടൈമർ ഫങ്ഷനും ഡേ ഫങ്ഷൻ കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് നോക്കാം ടൈമർ ഫങ്ഷൻ കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. എന്തായാലും 20 സെക്കൻഡിൻ്റെ അടുത്ത് 25 സെക്കൻഡിൻ്റെ അടുത്ത് കൂടും.
ബക്കറ്റിലെ വെള്ളം തീരാറായിട്ടുണ്ട്. ഓക്കെ, ബക്കറ്റിലെ വെള്ളം ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഇതിനകത്തേക്കൊക്കെ പമ്പ് ചെയ്തിട്ടുണ്ട്. സോ സംഭവം എന്തായാലും കൊള്ളാം. നമുക്ക് ആ ടൈമർ ഡേ ഫങ്ഷനും കൂടെ ഒന്ന് കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വെള്ളം ഒഴിച്ചോളും എല്ലാ ദിവസവും. സോ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റ് വരാം. അതുവരത്തേക്കും ബൈ.